എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ 4ാമത്തെ ക്ലാസ്, പൊളിറ്റിയുടെ 4ാമത്തെ ക്ലാസ് ആണെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. സിലബസ് ഓൾറെഡി നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇന്ന് രാവിലെ കിട്ടിക്കാണും. 20 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് കാണും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ സെഷന്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിന് നമ്മൾ PYQ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ, റിവിഷൻ സീരീസിന്റെ ക്ലാസ്സിലും നമ്മൾ ക്ലാസ്സിനകത്തും കണ്ടിട്ടുള്ളതാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 ഓർഗൻസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണത്? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. കാര്യനിർവഹണ സഭ, നിയമനിർമ്മാണ സഭ, നീതിന്യായ വ്യവസ്ഥ. അല്ലെ, നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന വിഭാഗം. അല്ലെ, ഈ 3 രീതിയിൽ ഈ 3 അവയവങ്ങൾ, ഈ 3 ഓർഗൻസ് കൃത്യമായിട്ടും പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു സർക്കാർ എന്ത് ചെയ്യുള്ളൂ, ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യുള്ളൂ, കാര്യക്ഷമമാവുള്ളൂ. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഏത് ഗവൺമെന്റ് എടുത്താലും അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഈ 3 ഓർഗൻസ് ഉണ്ടായിരിക്കും. യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് എടുത്താലും അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഈ 3 ഓർഗൻസ് ഉണ്ടാവും. യൂണിയൻ എക്സിക്യൂട്ടീവ് കാണും, യൂണിയൻ ലെജിസ്ലേച്ചർ കാണും, യൂണിയൻ ജുഡീഷ്യറി കാണും. അല്ലെ, അപ്പൊ അതില് യൂണിയൻ എന്ന് പറയുന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പാർട്ടിനകത്താണ് കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. എത്രാമത്തെ പാർട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്? പാർട്ട് 5-നകത്താണ് കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾസ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 52 മുതൽ 151 വരെയാണ് എന്ത് പറയുന്നത്, യൂണിയൻ എന്ന് പറയുന്ന ഭാഗം എടുത്തിരിക്കുന്നത്. അപ്പൊ ഭാഗം 1 എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ഭാഗം 1 എന്ന് പറയുന്നത് ടെറിട്ടറി. അല്ലെ, ഭാഗം 1 ടെറിട്ടറി. അപ്പൊ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണെന്നും ഇന്ത്യ അഥവാ ഭാരതം എന്ന് പറയുന്ന രാജ്യം സംസ്ഥാനങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടായതാണെന്നും 1ാമത്തെ ഭാഗത്തിനകത്ത് പറഞ്ഞു. 2ാമത്തെ ഭാഗത്തിനകത്ത് ആ നിശ്ചിത ടെറിട്ടറിക്കകത്ത് താമസിക്കുന്ന ജനങ്ങളെ പറ്റി പറഞ്ഞു, സിറ്റിസൺഷിപ്പ്. അല്ലെ, 3ാമത്തെ 4ാമത്തെയും 4A എന്ന് പറയുന്ന 3 ഭാഗങ്ങൾ ഈ സർക്കാരുകളും അതുപോലെ തന്നെ ജനങ്ങളും തമ്മിലുള്ള ഇടപാടുകൾ. 3ാമത്തെ ഭാഗം ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നു, അഥവാ മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നു. 4ാമത്തെ ഭാഗം നിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSPനെ പറ്റി പറയുന്നു. 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളെ പറ്റി പറയുന്നു. അങ്ങനെയാണ് ആർട്ടിക്കിൾ 51A വരെ നമ്മൾ എത്തി നിന്നത്. അല്ലെ, 52ാമത്തെ ആർട്ടിക്കിൾ മുതൽ 151ാമത്തെ ആർട്ടിക്കിൾ വരെ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്? ഭാഗം 5 യൂണിയൻ എന്ന് പറയുന്നത്. നമ്മൾ 1ാമത്തെ പാർട്ടിൽ പറഞ്ഞ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞതിലെ യൂണിയൻ ഗവൺമെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അല്ലെ, അപ്പോ 52 മുതൽ 151 വരെ. അതിന് ഏതൊരു സർക്കാരാണെങ്കിലും അതിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. അതിൽ യൂണിയൻ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ. യൂണിയൻ ഗവൺമെന്റിന്റെ ലെജിസ്ലേച്ചറിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 79 മുതൽ 123 വരെ. യൂണിയൻ ഗവൺമെന്റിന്റെ ജുഡീഷ്യറിയെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ. അപ്പൊ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത്, യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊക്കെ വരും? അതിനകത്ത് വരുന്ന ആളുകളാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റേഴ്സ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ. ഈ 5 ആളുകൾ അല്ലെങ്കിൽ ഈ 5 ഹെഡുകൾ അടങ്ങുന്നതാണ് എന്ത്? യൂണിയൻ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് അടങ്ങിയിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതാണ്? 52 മുതൽ 78 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിന് ഈ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള, രാവിലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചോദ്യങ്ങളിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അതിന്റെ ആൻസർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 61. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ കാര്യനിർവഹണ സഭയുടെ ഭരണഘടനാപരമായ തലവൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ എക്സിക്യൂട്ടീവിനെ നമുക്ക്, അല്ലെങ്കിൽ യൂണിയൻ എക്സിക്യൂട്ടീവിനെ നമുക്ക് 2 രീതിയിൽ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. യൂണിയൻ എക്സിക്യൂട്ടീവ്, കേന്ദ്രത്തിലെ കാര്യനിർവഹണ സഭയെ നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ കണക്ക് കൂട്ടാം. എങ്ങനെയാണത്? ഒന്ന്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ഭാഗം, പ്രാക്ടിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ഭാഗം. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നിടത്താണ് മന്ത്രിസഭയും പ്രധാനമന്ത്രിയും ഈ പറഞ്ഞ 5 ഘടകങ്ങൾ അതിനകത്ത് വരുന്നത്. പ്രാക്ടിക്കൽ എക്സിക്യൂട്ടീവിനകത്താണ് എന്ത് വരുന്നത്? IAS വൃന്ദം അടങ്ങുന്ന, ക്യാബിനറ്റ് സെക്രട്ടറി തൊട്ട് അങ്ങ് താഴത്തോട്ട് വരുന്ന IAS വൃന്ദങ്ങൾ അടങ്ങുന്ന അവരാണ് ആക്ച്വലി പോളിസീസ്, നയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. അല്ലെ, അതാണ് പ്രാക്ടിക്കൽ എക്സിക്യൂട്ടീവ്. സാധാരണ സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന LD ക്ലർക്ക് മുതൽ അങ്ങ്
ഏറ്റവും മുകളിലിരിക്കുന്ന ക്യാബിനറ്റ് സെക്രട്ടറി വരെയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവരെല്ലാവരും തന്നെ എന്തിന്റെ ഭാഗമാണ്? എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ ആരാണ്? രാഷ്ട്രപതിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 63. കേട്ടോ, അപ്പൊ ആർട്ടിക്കിൾ അടക്കം പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടതിന് മുന്നേ NTPCക്ക് ചോദിച്ച ചോദ്യം ഇത്തരത്തിൽ ഡയറക്റ്റ് ആർട്ടിക്കിൾസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തൊക്കെ ആർട്ടിക്കിൾസ് പഠിക്കാതെ പോകാന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ ടയർ 2-ന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഭാഗം പഠിച്ചിട്ട് പോകണം. ആർട്ടിക്കിൾസ് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇത് ഒരുപാട് തവണ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്, ALPക്ക് അങ്ങനെ പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. വിച്ച് ഓഫ് ദ ഗിവൺ ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മെൻഷൻസ് ദ ഫോളോയിങ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ആർട്ടിക്കിളാണ് ഇത്? ഈ പറയുന്ന ഒരു വചനം അത് ഏത് ആർട്ടിക്കിളിനകത്താണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണത്? There shall be a council of ministers with the prime minister at the head to aid and advise the president, who shall in exercise of his function act in accordance with such advice. അപ്പോൾ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഒരു ഡെഫിനേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. ആ മന്ത്രിസഭയുടെ തലപ്പത്ത് ആരായിരിക്കും ഉണ്ടായിരിക്കുന്ന? ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കണം. പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശപ്രകാരമായിരിക്കണം ആര് പ്രവർത്തിക്കാൻ? രാഷ്ട്രപതി പ്രവർത്തിക്കാൻ എന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 74 സബ്സെക്ഷൻ 1. ഓപ്ഷനകത്ത് നോക്കി നിങ്ങൾക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്ക്, 74 സബ്സെക്ഷൻ 2. കണ്ടോ? അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. ഇതിനകത്ത് എലിമിനേഷൻ മെത്തേഡൊന്നും നടക്കില്ല. ഇത്രയും ക്ലോസ് മാർജിനിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് റേഞ്ച് മനസ്സിലാക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ മുകളിലത്തെ ചോദ്യത്തിൽ നോക്കുക, NTPC ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ് ദാറ്റ് there shall be a vice president of India. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അത് 52 മുതൽ 78 വരെയുള്ള ആർട്ടിക്കിൾസിനകത്താണ് എന്നറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? 45 എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിളെങ്കിലും നിങ്ങൾക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ അതൊന്നും നടക്കില്ല. മനസ്സിലായില്ല? അപ്പൊ അത്രയും ടൈറ്റ് ആയിട്ട് അങ്ങനത്തെ ആർട്ടിക്കിൾസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഇത് കേരള PSC പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിലും NTPC പോലുള്ള പരീക്ഷകൾക്കാണെങ്കിലും ഗ്രൂപ്പ് ഡി പോലുള്ള പരീക്ഷകൾക്കാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യങ്ങൾ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഡീൽ വിത്ത് ദ ടെന്യൂർ ഓഫ് ദ പ്രസിഡന്റ്? രാഷ്ട്രപതിയുടെ ടെന്യൂർ, ടേം, കാലാവധിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 56. അപ്പൊ ഞാനത് ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിട്ടയർമെന്റ് ഏജ് ഇപ്പൊ നിലവിൽ കേരള സർക്കാരിന്റെ റിട്ടയർമെന്റ് ഏജ് 56. അപ്പൊ 56 ആ രീതിയിൽ ഓർത്തിരിക്കുക. 56ാമത്തെ ആർട്ടിക്കിളിനകത്താണ് കാലാവധിയെ പറ്റി പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 78 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ആർട്ടിക്കിൾ 78 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ആർട്ടിക്കിൾ 78 എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 52 മുതൽ 78 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ അതിനകത്തുനിന്ന് 78ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? ഇറ്റ് ഈസ് ദ റിലേഷൻ ഓഫ് ഡ്യൂട്ടി ടു മേക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് അവെയർ. ഈ സെന്റൻസ് ഇപ്പൊ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ടയർ 2-ന് ചോദിച്ച ചോദ്യമാണിത്. പക്ഷേ ഈ സെന്റൻസ് ഒരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല. ഇത് വായിച്ചാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. ആർട്ടിക്കിൾ 78 പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ പറയുന്നത്, രാജ്യത്തിന്റെ വിവിധ കാര്യങ്ങളെ പറ്റിയിട്ട് പ്രസിഡന്റിനെ അവെയർ ചെയ്യണം, പ്രസിഡന്റിനെ ബോധവൽക്കരണം നടത്തണം, അല്ലെങ്കിൽ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? പ്രൈം മിനിസ്റ്റർക്കുണ്ട്. പ്രൈം മിനിസ്റ്റർ കൃത്യസമയങ്ങളിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 78 എന്ന് പറയുന്നത്. നമ്മളത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് പലപ്പോഴും RRB ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും വെർബാറ്റം പ്രശ്നമാണ്. നമ്മൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ പല അർത്ഥങ്ങൾ നമുക്ക് തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ പല അർത്ഥങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും ആ ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യാറുണ്ട് ഒബ്ജക്ഷൻ റേസ് ചെയ്യുന്ന സമയത്ത്. ചിലപ്പോൾ RRB എന്ത് ചെയ്യുന്നു, ആ ചോദ്യങ്ങളുമായിട്ട് അവരുടെ ആൻസർ കീയായിട്ട് മുന്നോട്ട് പോയ ചരിത്രമുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. നല്ല രീതിയിൽ കൺസെപ്റ്റ് പഠിച്ചു പോയാൽ മാത്രമേ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. ഇത് JEക്ക് ചോദിച്ച ചോദ്യമാണ്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് 15 മാർക്കിനാണ് GK ഉള്ളത്. ആ 15 മാർക്കിൽ 10 ചോദ്യങ്ങളാണ് സ്റ്റാറ്റിക് പാർട്ട്, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമി തുടങ്ങിയ ഭാഗത്തു നിന്ന് വരുന്നത് അല്ലെ? അതിൽ തന്നെ പൊളിറ്റിയിൽ നിന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാക്സിമം 1-2 ചോദ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിട്ട്, അല്ലെങ്കിൽ അത്രയും വെയിറ്റേജ് കുറവുള്ള ഒരു എക്സാമിന് പോലും അവർ ചോദിച്ച ചോദ്യത്തിന്റെ നിലവാരം കണ്ടില്ലേ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഹു ഈസ് എലക്ടഡ് ബൈ ആൻ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ്, അഥവാ രാജ്യസഭ ആൻഡ് ലോക്സഭ? രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ അംഗങ്ങളും അടങ്ങുന്ന ഇലക്ട്രൽ കോളേജ് ആരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വൈസ് പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ആർട്ടിക്കിൾ 72 എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതെന്താണ്? പ്രസിഡന്റിന്റെ
പാർഡനിങ് പവറിനെ പറ്റി അടങ്ങിയിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് അല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. യൂണിയൻ എക്സിക്യൂട്ടീവിനകത്ത് ആരൊക്കെ ഉള്ളത്? പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അറ്റോർണി ജനറൽ ഉണ്ട്, അല്ലെ? ഈ 5 ഘടകങ്ങൾ അടങ്ങുന്നതാണ് എന്ത്? യൂണിയൻ എക്സിക്യൂട്ടീവ് അഥവാ കേന്ദ്ര കാര്യനിർവഹണ സഭ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്, അതിന്റെ പ്രൊവിഷൻസ്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് പൊടി തട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മറ്റാരെ പറ്റിയിട്ടല്ല, നമ്മുടെ രാഷ്ട്രപതിയെ പറ്റിയിട്ടാണ്. അപ്പോൾ രാഷ്ട്രപതിയെ പറ്റിയിട്ട് ഞാൻ അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അതിന് മാക്സിമം കൺസോളിഡേറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ഏറ്റവും ചുരുക്കി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിന് ചിട്ടപ്പെടുത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഈ നോട്ട് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും. ആ PDF സൈഡിൽ ഞാനൊരു മാർജിൻ കൂടെ കൊടുത്തിട്ടുണ്ട്, പൊളിറ്റിക്ക് സെപ്പറേറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതിന്. കാരണം നിങ്ങൾക്ക് സൈഡിൽ നോട്ടുകൾ എഴുതി പോവാൻ നമ്മുടെ ശരിക്കുള്ള ക്ലാസ് കണ്ടിട്ട് അതിനകത്തുനിന്ന് ഞാനിപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്ത ഭാഗങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സൈഡിൽ എഴുതി പോകുന്നതിന് വേണ്ടി ഞാനിപ്പോൾ സൈഡിൽ ഞാൻ ഇരിക്കുന്ന ആ ഭാഗത്ത് ഒരു മാർജിൻ പോലെ വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോട്ട്സ് എഴുതി പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ പ്രൊവിഷൻസ് നോക്കുക. ആർട്ടിക്കിൾ 52 പറയുന്നത് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണമെന്നോ. ആർട്ടിക്കിൾ 53 ഞാൻ ഓടിച്ചോടിച്ചാണ് പറഞ്ഞു പോകുന്നത്, കാരണം നിങ്ങൾക്ക് അത് വിസിബിൾ ആണ്, മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ ക്ലാസ് ഒന്നുകൂടെ കാണാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഓടിച്ചോടിച്ചാണ് പറഞ്ഞു പോകുന്നത്. ആർട്ടിക്കിൾ 52 പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം. ആർട്ടിക്കിൾ 53 പറയുന്നത് എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് സുപ്രീം കമാൻഡർ ഓഫ് ഓൾ ആർമഡ് ഫോഴ്സസ്. ഇന്ത്യയിലുള്ള എല്ലാ ആർമഡ് ഫോഴ്സസിന്റെയും സുപ്രീം കമാൻഡർ ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പറയുന്നത് എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരൊക്കെയാണ്? എലക്ടഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഇലക്ട്രൽ കോളേജ്. ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ടായിരിക്കും, അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും? എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. ശ്രദ്ധിക്കണം, രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ അംഗങ്ങളും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, രാജ്യസഭയിലെയും ലോകസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളില്ല. രാജ്യസഭയിലെയും ലോകസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പ്ലസ് ആരും കൂടെ കാണും? സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ. അപ്പൊ ഇവരടങ്ങുന്നതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വ്യക്തമായിട്ട് ആർട്ടിക്കിൾ 54 പറയുന്നു. 55 തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, അത് 55 പറയുന്നു. 56 നമ്മൾ നേരത്തെ പറഞ്ഞു, റിട്ടയർമെന്റ് ഏജ്. അപ്പൊ എന്തായിരിക്കും? ടേം 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒന്നിൽ കൂടുതൽ വട്ടം അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 2 തവണയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റുന്നത്. ബറാക് ഒബാമ 2 വട്ടമായിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് 2ാമത്തെ ടേം കംപ്ലീറ്റ് ചെയ്യും. ഇനി അദ്ദേഹത്തിന് എന്താവാൻ പറ്റില്ല? അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റില്ല. ഇന്ത്യക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എത്ര തവണ വേണമെങ്കിലും, രാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തി എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം? രാഷ്ട്രപതി ആവാം. പക്ഷെ ഒരു ടേമിൽ 5 വർഷമാണ് ഇരിക്കാനായിട്ട് പറ്റുന്നത്. 57 എലിജിബിൾ ഫോർ റീ എലക്ഷൻ, എത്ര വട്ടം വേണമെങ്കിലും എലിജിബിൾ ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 57. ആർട്ടിക്കിൾ 58 ക്വാളിഫിക്കേഷൻസിനെ പറ്റി പറയുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്ന് വ്യക്തമായിട്ട് പറയുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 58. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി നിങ്ങളൊന്ന് ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ആർട്ടിക്കിൾ 58 പ്രകാരം രാഷ്ട്രപതിയുടെ ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയായിരിക്കണം ഇന്ത്യൻ രാഷ്ട്രപതി ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇന്ത്യൻ പൗരനായിരിക്കണം. പ്രായപരിധി എത്രയായിരിക്കണം എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം ഇതിന് താഴെ. ഒരു വ്യക്തിക്ക്, ഇപ്പോൾ എനിക്ക് ഇന്ത്യൻ രാഷ്ട്രപതി ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇത്ര പ്രായം കഴിയണമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അത് എത്രയാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം. ഓക്കെ, ആർട്ടിക്കിൾ 59 കണ്ടീഷൻസ് ഫോർ ദ ഓഫീസ് ഓഫ് ദി പ്രസിഡന്റ്, അതങ്ങനെ ചോദിക്കാറില്ല പൊതുവെ. ആർട്ടിക്കിൾ 60 രാഷ്ട്രപതിയുടെ ഓത്തിനെ പറ്റി, സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 61 വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്ന ആർട്ടിക്കിൾ, രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിന്റെ പ്രൊസീജിയറിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 62 ടേം ആൻഡ് വാക്കൻസി ഓഫ് ദ പ്രസിഡന്റ്. അപ്പൊ രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ ടേമിന്റെ കാലാവധി കഴിയുന്നതിനേക്കാൾ മുന്നേ ആ പോസ്റ്റിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് പോവുകയാണെങ്കിലോ, അദ്ദേഹം അസുഖ കാരണമായിട്ട് റിസൈൻ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിലോ, അദ്ദേഹം മരണപ്പെടുകയാണെന്നുണ്ടെങ്കിലോ എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 62. അപ്പൊ ഇത്രയും ഭാഗം ആർട്ടിക്കിൾ 52 മുതൽ 62 വരെയുള്ള 10 അനുച്ഛേദങ്ങൾ രാഷ്ട്രപതിയുടെ കാര്യനിർവഹണ അധികാരങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. രാഷ്ട്രപതി ഒരു എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള രീതിയിൽ, കാര്യനിർവഹണ സഭയുടെ തലവൻ എന്ന രീതിയിൽ രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കേണ്ട അധികാരങ്ങളും അദ്ദേഹത്തിന്റെ ചുമതലകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്, അദ്ദേഹത്തിന്റെ കാലാവധി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന 52 മുതൽ 62 വരെയുള്ള അനുച്ഛേദത്തിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് പവർ.
ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അംഗമാണ് അല്ലെ. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അംഗമാണ്. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ഒരേ സമയം യൂണിയൻ എക്സിക്യൂട്ടീവിലെ അംഗമാണ്, യൂണിയൻ ലെജിസ്ലേച്ചറിന്റെ അംഗമാണ്. യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ അംഗമാണ്, യൂണിയൻ ലെജിസ്ലേച്ചറിന്റെ അംഗമാണ്. അങ്ങനെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 79. നമുക്കറിയാം യൂണിയൻ ലെജിസ്ലേച്ചറിന്റെ ആർട്ടിക്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 79 മുതൽ 123 വരെയാണ്. ഒരിക്കൽ കൂടെ പറയാം, ഇന്ത്യൻ യൂണിയൻ ലെജിസ്ലേച്ചറിന്റെ ആർട്ടിക്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾ 79 മുതൽ ആർട്ടിക്കിൾ 123 വരെയാണ്. ആർട്ടിക്കിൾ 79 പാർലമെന്റിന്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരെയാണ് പറയുന്നത്. 1 പ്രസിഡന്റ്, 2 ലോക്സഭ, 3 രാജ്യസഭ അല്ലെ. ആർട്ടിക്കിൾ 79, ദ പ്രസിഡന്റ് ഈസ് എ പാർട്ട് ഓഫ് പാർലമെന്റ് അലോങ് വിത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ. അപ്പൊ ഇന്ത്യൻ യൂണിയൻ ലെജിസ്ലേച്ചറിന്റെ ഏറ്റവും ആദ്യത്തെ ആർട്ടിക്കിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ 79 രാഷ്ട്രപതി പാർലമെന്റിന്റെ അംഗമാണെന്ന് പറയുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ 123 123 എന്തിനു പറയുന്നു? രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ പറ്റി പറയുന്നു. 123 ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 79 രാഷ്ട്രപതി പാർലമെന്റിന്റെ ഭാഗമാണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 85 സഭ സമ്മേളിക്കുന്നതിന് വേണ്ടി സഭയെ സമൺ ചെയ്യാനും സഭയെ പ്രൊറോഗ് ചെയ്യാനുമുള്ള അധികാരം ആർക്കുണ്ട് എന്നാണ് പറയുന്നത്? രാഷ്ട്രപതിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 86 എന്ത് പറയുന്നു? പ്രസിഡന്റ് മേ അഡ്രസ് ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് ക്യാൻ സെൻഡ് മെസ്സേജസ്. ഇരു സഭകൾക്കും എന്ത് ചെയ്യാം? ഇരു സഭകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനും ഇരു സഭകളിലേക്ക് മെസ്സേജുകൾ അയക്കാനും ആർക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ആർട്ടിക്കിൾ 111 പ്രസിഡന്റ് ഷാൽ ഐദർ ഗീവ് അസെന്റ് ടു ദ ബിൽസ് which then become law or withhold or return the bill for consideration. അപ്പോൾ രാഷ്ട്രപതിയുടെ കൈവശം ഒരു നിയമനിർമ്മാണ ബില്ല് കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ബില്ല് നിയമമാവുന്നതിന് മുന്നേ ഒരു ബില്ല് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നില്ലെങ്കിൽ ആ ബില്ലിൽ ഒപ്പിട്ടുകൊണ്ട് അതിനെ ഒരു നിയമമാക്കി, ഒരു ആക്ട് ആക്കി മാറ്റാം, അല്ലെങ്കിൽ അതിനെ വിത്ത് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ റീകൺസിഡറേഷന് വേണ്ടി നിങ്ങൾ ഒന്നുകൂടെ ഈ ബില്ലൊന്ന് വായിച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? ഒന്നുകൂടെ അദ്ദേഹത്തിന് തിരിച്ചയക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അധികാരമാണ്. ആൻഡ് അതിൽ ഏറ്റവും വലിയ അംഗീകാരം അല്ലെങ്കിൽ ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്നത് 123 ഇരു സഭകളും സമ്മേളിക്കാത്ത സമയത്ത് ഈ രാജ്യത്തെമ്പാടും പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഓർഡിനൻസുകൾ പാസ്സാക്കാം. ഹി ക്യാൻ പ്രൊമൾഗേറ്റ്സ് ഓർഡിനൻസ് വെൻ പാർലമെന്റ് ഇസ് നോട്ട് ഇൻ സെഷൻ ഹാവിംഗ് ദ സെയിം ഫോഴ്സ് ആൻഡ് ഇഫക്ട് ആസ് ലോസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് അല്ലെ. 500 ചില്ലാൻ അംഗങ്ങളുള്ള ലോകസഭയും 200 ചില്ലാൻ അംഗങ്ങളുള്ള രാജ്യസഭയും കൂടിച്ചേർന്ന് പാസ്സാക്കുന്ന നിയമത്തിന്റെ അതേ അധികാരമുള്ള അതേ പവറുള്ള ഒരു ഓർഡിനൻസ് രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇറക്കാം. ആർട്ടിക്കിൾ 123 പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അധികാരം എന്ന് പറയാവുന്ന ഒന്നാണ്. ഇനി പാർഡനിങ് പവർ എന്ന് പറയുന്ന അധികാരം, ഇത് അദ്ദേഹത്തിന്റെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെ. നമ്മൾ സാധാരണ കോടതിയാണ് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോടതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. സാഹചര്യങ്ങളുടെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിക്ഷ ഇത്രയാക്കി കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയുന്നത്. ഇതേ അധികാരം ആർക്കും ഉണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. ആർട്ടിക്കിൾ 72 പറയുന്നു, ദ പ്രസിഡന്റ് ഷാൽ ഹാവ് ദ പവർ ടു ഗ്രാന്റ് പാർഡൻസ്, റിപ്രീവ്സ്, റെസ്പൈറ്റ്സ് ഓർ റെമിഷൻ ഓഫ് പണിഷ്മെന്റ് ഓർ ടു സസ്പെൻഡ്, റെമിറ്റ് ഓർ കമ്മ്യൂട്ട് ദ സെന്റൻസ് ഗിവൺ ടു എ പേഴ്സൺ ബൈ ദ കോർട്ട്. കോടതി ശിക്ഷിച്ച ഒരു വ്യക്തിയുടെ ശിക്ഷയെ ഇളവ് ചെയ്യാൻ, റദ്ദ് ചെയ്യാൻ അല്ലെ, അതെല്ലാം ഉള്ള അധികാരം, സസ്പെൻഡ് ചെയ്യാൻ ഉള്ള അധികാരം എല്ലാം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. രാഷ്ട്രപതിയുടെ ദയാഹർജി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന് പാർഡനിങ് പവർ എന്ന് പറയുന്ന അധികാരം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിന് പുറമെ രാഷ്ട്രപതിക്കുള്ള പ്രധാനപ്പെട്ട 1-2 അധികാരങ്ങൾ കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, എമർജൻസി പവർ. അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഹെഡ് ആയതുകൊണ്ട് തന്നെ, കാര്യനിർവഹണ സഭയുടെ തലവനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് പ്രസിഡന്റ് റൂള്, സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള പ്രസിഡന്റ് റൂള്, രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട്. 360 ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. മറ്റ് ജുഡീഷ്യൽ പവേഴ്സ് ആണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്നും അഡ്വൈസ് സ്വീകരിക്കാം. എന്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ പൊതു താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സുപ്രീം കോടതിയുടെ അടുത്തുനിന്ന് എന്ത് ചോദിക്കാം? അഡ്വൈസുകൾ ചോദിക്കാം, ഉപദേശം ചോദിക്കാം. ഇത് ആർട്ടിക്കിൾ 143 എന്ന് പറയുന്ന ആർട്ടിക്കിളായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. 143 143 സുപ്രീം കോടതിയും രാഷ്ട്രപതിയും തമ്മിലുള്ള പ്രണയബന്ധം അല്ലെ. 143 ഇപ്പൊ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ അടുത്ത് ലീഗൽ മാറ്റേഴ്സിൽ നിയമ ഉപദേശം തേടാം, ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം ആരായാം, അതുപോലെ തന്നെ പബ്ലിക് ഇമ്പോർട്ടൻസ്, പൊതു താല്പര്യത്തെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളിലും എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് സുപ്രീം കോടതിയുടെ അടുത്ത് നിന്ന് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ പൊളിറ്റി പെർസ്പെക്റ്റീവിൽ കംപ്ലീറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കി വെക്കണം. ഏറ്റവും ആദ്യത്തെ രാഷ്ട്രപതി, ഏറ്റവും കൂടുതൽ കാലം
ഇരുന്നിട്ടുള്ള രാഷ്ട്രപതി. ഇതൊക്കെ സ്റ്റാറ്റിക് ജി കെ ഭാഗത്തു നിന്ന് ചോദ്യം വരാനുള്ളതാണ്. നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിക് ജി കെക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് യൂട്യൂബിലും അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾക്കും ആ ക്ലാസ് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റാറ്റിക് ജി കെയുടെ ആ ഒരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ചരിത്രം പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് പ്യൂർലി ആ പദവിയെ പറ്റിയിട്ടുള്ള ക്ലാസ് ആണ്. സ്റ്റാറ്റിക് ജി കെ പോർഷൻ ഞാൻ ഇതിനകത്ത് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ആ ഭാഗം കൂടെ പഠിച്ചിട്ട് വേണം നിങ്ങൾ വരാനായിട്ട്. ഓക്കെ, അപ്പോൾ യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഏറ്റവും ആദ്യത്തെ അംഗമായിട്ടുള്ള രാഷ്ട്രപതിയെ പറ്റി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി രണ്ടാമത്തെ അംഗത്തെ പറ്റി നോക്കാനായിട്ട് പോവാണ്. അതാരാണ്? ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റ്. അപ്പോൾ വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ട കാര്യം? അദ്ദേഹം സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. പ്രസിഡന്റിന് തൊട്ട് താഴെയാണ് ഓർഡർ ഓഫ് പ്രസിഡൻസിൽ കിടക്കുന്നത്. അമേരിക്കൻ മാതൃകയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പദവിയാണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന റോള് എന്ന് പറയുന്നത് എന്താണ്? ടു ആക്ട് ആസ് പ്രസിഡന്റ്, രാഷ്ട്രപതിയായിട്ട് വർത്തിക്കുക. എപ്പോ? ഇഫ് ദ പ്രസിഡന്റ് കനോട്ട് പെർഫോം ഹിസ് ഓർ ഹെർ ഡ്യൂട്ടീസ് സച്ച് ആസ് ഡ്യൂ ടു ഡെത്ത്, റെസിഗ്നേഷൻ ഓർ ഇംപീച്ച്മെന്റ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയായിട്ട് വർത്തിക്കും. ഇനി വൈസ് പ്രസിഡന്റിന്റെ മറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് എന്താണ്? വൈസ് പ്രസിഡന്റ് ഓൾസോ സെർവ്സ് ആസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് ആര് വർത്തിക്കും? ഉപരാഷ്ട്രപതി വർത്തിക്കും. അപ്പൊ രാജ്യസഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ, ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ അപ്പർ ഹൗസ് ആണ്. അതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട്, അതിന്റെ അധ്യക്ഷനായിട്ട് ആര് വർത്തിക്കുന്നുണ്ട്? നമ്മുടെ ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി വൈസ് പ്രസിഡന്റിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്നോട് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 63 നേരത്തെ ചോദ്യമായിട്ട് കണ്ടതാണ്. ദർ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. ആർട്ടിക്കിൾ 64 പറയുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണോ ആകുന്നത് അദ്ദേഹം തന്നെയായിരിക്കും രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, അദ്ദേഹം രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 64. 65 പറയുന്നു ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയായിട്ട് വർത്തിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എപ്പോഴാണ്? ടു ഡിസ്ചാർജ് ഹിസ് ഫംഗ്ഷൻസ് ഡ്യൂറിംഗ് കാഷ്വൽ വാക്കൻസീസ് ഇൻ ദ ഓഫീസ് ഓർ ഡ്യൂറിംഗ് ദ ആബ്സെൻസ് ഓഫ് പ്രസിഡന്റ്. അപ്പോൾ രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് ഇത്തരത്തിൽ ഉപരാഷ്ട്രപതിയായിട്ട് വർത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ആര്? രാഷ്ട്രപതിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ആര്? ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 65. ഇപ്പോൾ സ്റ്റാറ്റിക് ജി കെ പോർഷനിൽ ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം. ഏറ്റവും കൂടുതൽ തവണ ഉപരാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തി ആര്? ഏറ്റവും കൂടുതൽ തവണ ഉപരാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തി ആര് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇനി ഉപരാഷ്ട്രപതി ആയിട്ടുള്ള വ്യക്തി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്. ഒന്ന് നോക്കി നോക്ക്. ഒന്നിൽ കൂടുതൽ വട്ടം. നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 66. വൈസ് പ്രസിഡന്റ് ഷാൽ ബി എലക്ടഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് എൻ ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. അപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് എന്താണ്? രണ്ട് ഹൗസുകളും കൂടെ ചേർന്നാണ്. രാജ്യസഭയും ലോകസഭയും കൂടി ചേർന്നിട്ടാണ് ആര് തെരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ഉപരാഷ്ട്രപതിയെ അഥവാ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ആർട്ടിക്കിൾ 66 അതിനെപ്പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 54 എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനകത്ത് ഇരു സഭകൾ മാത്രമാണോ ഉള്ളത്? അല്ല. എന്തുകൊണ്ട്? സംസ്ഥാന നിയമസഭകളും കൂടിയുണ്ട്. സംസ്ഥാന നിയമസഭയിലെയും ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൂടെ ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ? എന്നാൽ ഇവിടെ മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്, ഇരു സഭകളിലെയും അംഗങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലെയും ലോകസഭയിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് കൂടെ ആരെ തെരഞ്ഞെടുക്കാം? ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാം. ഇനി ആർട്ടിക്കിൾ 67 വൈസ് പ്രസിഡന്റിന്റെ കാലാവധിയെ പറ്റി പറയുന്നത്, ടേമിനെ പറ്റി പറയുന്നത് 5 വർഷം എന്ന് പറയുന്നത്. ഓക്കെ, 68 പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ ടേം ആൻഡ് വേക്കൻസി ഓഫ് ദ വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് വേക്കന്റ് ആവുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പറയുന്നു. 69 ഓത്തിനെ പറ്റി പറയുന്നു. 70 ഡിസ്ചാർജ് ഓഫ് പ്രസിഡന്റ്സ് ഫംഗ്ഷൻസ് ഇൻ എനി കണ്ടിജൻസീസ്. പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസ് എല്ലാം അദ്ദേഹത്തിന് നിർവഹിക്കുമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 70. ആർട്ടിക്കിൾ 71 മാറ്റേഴ്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു or connected with the election of president or vice president. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തുടങ്ങിയ തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്യൂട്ട്സിനൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് ആര്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 71. അപ്പോൾ സുപ്രീം കോടതിയാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഡെസിഷൻസ് ഒക്കെ, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടീവിനകത്ത് രണ്ടാമത്തെ അംഗമായിട്ടുള്ള വൈസ് പ്രസിഡന്റിനെ പറ്റി നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ അംഗം. 3-4 അംഗങ്ങളെ ഞാൻ ഒരുമിച്ച് 3-4 ഘടകങ്ങളെ ഞാൻ ഒരുമിച്ചാണ് എടുക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രധാനമന്ത്രിയും മന്ത്രിസഭയും. അപ്പോൾ ആർട്ടിക്കിൾ 74 സബ്സെക്ഷൻ 1 പറയുന്നു, there shall be a council of minister with a prime minister at the head to aid and advise the president. രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി പ്രധാനമന്ത്രിയും
പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭയും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 74(1). ദസ് അതർ മിനിസ്റ്റേഴ്സ് വർക്ക് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. അതിൽ നിന്ന് വ്യക്തമാണ് മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ ഡയറക്ഷൻസ്, അദ്ദേഹത്തിന്റെ ഉത്തരവിനനുസരിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് എന്ന് പറയുന്നു ആർട്ടിക്കിൾ 74 സബ്സെക്ഷൻ 1. 75(1) പറയുന്നു പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണെന്ന് പറയുന്നത് ആരാണ്? ആർട്ടിക്കിൾ 75(1) ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ആൻഡ് ദി അതർ മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു പ്രധാനപ്പെട്ട, അതായത് ഭൂരിപക്ഷം തയ്ക്കാൻ പറ്റുന്ന ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ലീഡറെ പ്രധാനമായിട്ടും പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി മറ്റ് മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 75(1). 75(1) സബ്സെക്ഷൻ എ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭയിലുള്ള ആകെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 15% കൂടാൻ പാടില്ല. ആരുടെ? ലോകസഭയിലുള്ള ആകെ അംഗങ്ങളുടെ 15% കൂടുതൽ മന്ത്രിമാര് പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75(1)(a). ഈ ശതമാനം ചോദിക്കാം, ആർട്ടിക്കിൾ ചോദിക്കാം, ലോകസഭയിലെയാണോ രാജ്യസഭയിലെയാണോ അത് മൊത്തം പാർലമെന്റിനെയാണോ എന്നൊക്കെ ചോദ്യത്തിനകത്ത് ട്വിസ്റ്റ് ചെയ്ത് വരാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചോദ്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 75(2) പറയുന്നു ദ മിനിസ്റ്റേഴ്സ് ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ്. ആർട്ടിക്കിൾ 75(2) പറയുന്നത്. ആർട്ടിക്കിൾ 75(3) വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഥവാ മന്ത്രിസഭ ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നാണ് പറയുന്നത്, പാർലമെന്റ് എന്നല്ല പറയുന്നത്. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. ആരോട്? ലോകസഭയോട്. രാജ്യസഭയോടും ഇല്ല, പാർലമെന്റിനോടും അല്ല. നേരെ മറിച്ച് ആരോടാണ്? ലോകസഭയോട്. അപ്പോൾ മന്ത്രിസഭയ്ക്ക്, കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്, കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ്. ആരോട്? ഈ പറയുന്ന പോലെ ലോകസഭയോട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75 സബ്സെക്ഷൻ 3. 75 സബ്സെക്ഷൻ 5 പറയുന്നു മിനിസ്റ്റർ who for a period of 6 consecutive months is not a member of either house of the parliament shall at the expiration of that period cease to be a minister. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ്, ഞാൻ ലോകസഭ MP യോ രാജ്യസഭ MP യോ അല്ല എങ്കിൽ കൂടി എന്നെ പിടിച്ച് എന്ത് ചെയ്യാം? മന്ത്രിയാക്കാം. എന്ത് ചെയ്താൽ മതി? 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട് എനിക്ക് ലോകസഭയിലെയോ രാജ്യസഭയിലെയോ അംഗമായാൽ മതി എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75 സബ്സെക്ഷൻ 5. ആർട്ടിക്കിൾ 78(a) പറയുന്നു, ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ പ്രസിഡന്റ് ഓൾ ദ ഡെസിഷൻസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളെയും രാഷ്ട്രപതിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം പ്രധാനമന്ത്രിയുടെയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 78(a). ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മന്ത്രിസഭയും പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് കൃത്യമായിട്ട് നോക്കി പോവുക. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പദവിയുടെ പ്രധാനപ്പെട്ട ഭരണഘടനാപരമായിട്ടുള്ള പൊസിഷൻ എന്താണെന്നുള്ളത് നോക്കാം. പ്രൈം മിനിസ്റ്റർ ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ് അഥവാ ഡിഫാക്ടോ എക്സിക്യൂട്ടീവ്. ഈ ടേം ആയിരിക്കും ചോദിക്കുക എക്സാമിന്. ഡിഫാക്ടോ എക്സിക്യൂട്ടീവ് ആരാണെന്ന് ചോദിക്കും. ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് എന്ന് പറയുന്നത് നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ് അഥവാ ഡി ജൂറി എക്സിക്യൂട്ടീവ് ആണ്. നാമമാത്രമായിട്ടുള്ള തലവനാണ് രാഷ്ട്രപതി. റിയൽ ഹെഡ്, റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ ഡിഫാക്ടോ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. നോമിനൽ അഥവാ ഡി ജൂറി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് പ്രസിഡന്റ് ഇസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് വൈൽ ദ പ്രൈം മിനിസ്റ്റർ ഇസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി സ്റ്റേറ്റിന്റെ ഹെഡ് ആണെന്നും പ്രധാനമന്ത്രി സർക്കാരിന്റെ ഹെഡ് ആണ് എന്നാണ് അർത്ഥമാക്കുന്നത്. സർക്കാരാണ് നാട് ഭരിക്കുന്നത്. അതുകൊണ്ട് as per Dr. B.R. Ambedkar, if any functionary under the constitution is to be compared with the US president, he is the prime minister and not the president of the union. അപ്പോൾ അത് അംബേദ്കറിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റായിട്ട് കമ്പയർ ചെയ്യേണ്ടത്, അല്ലാതെ എന്തല്ല ഇന്ത്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലല്ല പവർ മാച്ച് വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഓർഡർ ഓഫ് പ്രസിഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതുകൊണ്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. രാഷ്ട്രപതിയാണ് ഏറ്റവും മുകളിലിരിക്കുന്നത്, അതിനുശേഷം വൈസ് പ്രസിഡന്റ്, അതിനുശേഷം മൂന്നാമത്തെ വ്യക്തി മാത്രമാണ് ഭരണഘടനാപരമായിട്ട് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നാലാമത്തെ വ്യക്തിയായിട്ടാണ് ഗവർണർമാരിയ്ക്കുന്നത്. അഞ്ചാമത്തെ വ്യക്തിയായിട്ട് ഇതിന് മുന്നത്തെ രാഷ്ട്രപതിമാർ. 5A ആയിട്ട് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ അവർ. 6 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും സ്പീക്കർ ഓഫ് ലോക്സഭയും. 7 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും മറ്റ് എല്ലാ അംഗങ്ങളും വരുന്നത്. 7A ഭാരത് രത്ന കൈവശം അല്ലെങ്കിൽ ഭാരത് രത്ന ഉള്ള ആളുകൾ 7A, അതായത് 7ാമത്തെ
വ്യക്തിയാണ് ഓർഡർ ഓഫ് പ്രസിഡൻസിൽ. 8-നകത്താണ് മുഖ്യമന്ത്രിമാരും കാര്യങ്ങളൊക്കെ വരുന്നത്. 9-നകത്താണ് സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജികളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഓർഡർ പരമാവധി ഒന്ന് നോക്കി പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ നോക്കുക. ഇനി നമ്മൾ മന്ത്രിസഭ എന്നിവിടെ പറഞ്ഞു. അപ്പോൾ എന്താണ് ക്യാബിനറ്റ് മന്ത്രി എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും മന്ത്രിസഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്. വൈഡർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 60 മുതൽ 70ഓളം അംഗങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. 60 മുതൽ 70ഓളം അംഗങ്ങളാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഥവാ മന്ത്രിസഭയ്ക്കകത്ത് ഉണ്ടായിരിക്കുക. ക്യാബിനറ്റ് എന്ന് പറയുന്നത് സ്മോളർ ബോഡിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മാത്രമാണ് എവിടെ ഉണ്ടാവുക? ക്യാബിനറ്റിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബിഗ്ഗർ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ഒരു സബ്സെക്ട് മാത്രമാണ് എന്ത്? ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതൊന്ന് നോക്കി പോവുക. ഇനി 5-മത്തെ നമ്മുടെ യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് 5-മത്തെ ഘടകമാണ് ആര്? അറ്റേർണി ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റേർണി ജനറൽ എന്താണ് എന്നുള്ളതിനെ പറ്റി നോക്കി പോവാം. ഇദ്ദേഹമാണ് ഹയസ്റ്റ് ലോ ഓഫീസർ. അപ്പൊ ഇതൊക്കെ ചോദ്യമാണ്. ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ, ഈ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അറ്റേർണി ജനറൽ ആണ്. ഇനി ആ അറ്റേർണി ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് ഒരു ഭരണഘടനാ പദവിയുള്ള പോസ്റ്റാണ്. ആർട്ടിക്കിൾ 76 ചോദിക്കും. അറ്റേർണി ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനാ ബോഡിയാണ്. അത് ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 76 ആണ്. He or she is the chief legal advisor to the union government and advises it on all legal matters. സർക്കാരിന് വേണ്ടി നിയമോപദേശം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ നിയമ ഉപദേശകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റേർണി ജനറൽ ആണ്. സർക്കാരിന് വേണ്ടി, സർക്കാർ പ്രതിഭാഗത്തോ വാദിഭാഗത്തോ നിൽക്കുന്ന കേസുകളിൽ സർക്കാരിന് വേണ്ടി മുഖ്യമായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള നിയമോപദേശം കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റേർണി ജനറൽ ആണ്. അറ്റേർണി ജനറൽ ഈസ് ഓൾസോ ദ പ്രൈമറി ലോയർ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ഇൻ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോടതി. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഒരു വക്കീൽ ഹാജരാവുന്നുണ്ടെങ്കിൽ അതാരായിരിക്കും? പ്രധാനമായിട്ടും ഏറ്റവും ആദ്യത്തെ വക്കീലായിട്ട് വരുന്ന ആരായിരിക്കും? അറ്റേർണി ജനറൽ ആയിരിക്കും. ഇനി അറ്റേർണി ജനറൽ ഈസ് എ പാർട്ട് ഓഫ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ്. അറ്റേർണി ജനറൽ എന്തിന്റെ ഭാഗമാണ്? യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്ത് എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഞാൻ റിവിഷന് വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമേ ഉള്ള ഒരുപാട് ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. പ്രധാനമന്ത്രിമാരെ പറ്റി, ഇപ്പോഴത്തെ നിലവിലെ അറ്റോർണി ജനറലിനെ പറ്റി, ഉപരാഷ്ട്രപതിയെ പറ്റി, പുതിയ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്, അപ്പോൾ അദ്ദേഹത്തെ പറ്റി പഠിക്കണം. ഇതൊക്കെ സ്ട്രാറ്റജിക് പാർട്ടിൽ നിന്നും ചോദിക്കുന്നതാണ്. ഞാൻ പൊളിറ്റിക് പെർസ്പെക്റ്റീവിൽ മാത്രമുള്ള, ഭരണഘടനാപരമായിട്ടുള്ള മാത്രമുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് കണ്ടതാണ്. അപ്പോൾ അതിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് വന്നിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്തവർ ഈ ക്ലാസ് കണ്ട് ഇത് പഠിച്ചിട്ട് പോയാൽ എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക കേട്ടോ. ഓക്കെ, പഠിച്ചിട്ട് വന്നിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി അടുത്ത ഹെഡ് എന്താണ്? യൂണിയൻ ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റ് നമ്മൾ ഹെഡ്, ഇന്നത്തെ ക്ലാസ്സിന്റെ പേരെന്താണ്? യൂണിയൻ ഗവൺമെന്റ്. യൂണിയൻ ഗവൺമെന്റിലെ ഏറ്റവും ആദ്യത്തെ ഓർഗൻ ആയിട്ടുള്ള യൂണിയൻ എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ. അതിനകത്ത് 5 ബോഡീസ് ഉണ്ട്: പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ ആരാണ്? പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ. അവരെ പറ്റിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. രണ്ടാമത്തെ അവയവം എന്താണ്? രണ്ടാമത്തെ അവയവം യൂണിയൻ ലെജിസ്ലേച്ചർ. ആർട്ടിക്കിൾ 79 to 123. യൂണിയൻ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 ഘടകങ്ങളുണ്ട്. യൂണിയൻ ലെജിസ്ലേച്ചറിനകത്ത് 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണത്? പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. അപ്പോൾ ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ലോകസഭയെ പറ്റിയിട്ട് രാജ്യസഭയെ പറ്റിയിട്ടാണ്. പ്രസിഡന്റിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി യൂണിയൻ എക്സിക്യൂട്ടീവിനകത്ത് നോക്കിയത് കൊണ്ട് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ലോകസഭയെ പറ്റിയിട്ടും രാജ്യസഭയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള, ഇന്ന് രാവിലെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിന്റെ ശരി ഉത്തരങ്ങൾ ഞാൻ കാണിച്ചു തരാം. വിത്ത് റെഫറൻസ് ടു രാജ്യസഭ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? രാജ്യസഭ ഈസ് നെവർ ഡിസോൾവ്ഡ്, അതാണ് ശരി ഉത്തരം. രാജ്യസഭ ലോവർ ഹൗസ് ആണോ? അല്ല. അപ്പർ ഹൗസ് ആണ്. ഡയറക്റ്റ് എലക്റ്റഡ് ബോഡി ആണോ? അല്ല. രാജ്യസഭയുടെ ടേം എന്ന് പറയുന്നത് 6 years ആണോ? അല്ല. ഇനി വാട്ട് ഈസ് ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ? ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് എത്രയാണെന്നാണ് വെച്ചിരിക്കുന്നത്. എത്രയാണ്? 550. 52 ആയിരുന്നു. അമെൻമെന്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആംഗ്ലോ ഇന്ത്യൻസിന്റെ എടുത്ത് മാറ്റിയതിലൂടെ മാക്സിമം സ്ട്രെങ്ത് എത്രയായിട്ട് മാറി? 550 ആയിട്ട് മാറി. ഓക്കെ, മാക്സിമം സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് സ്ട്രെങ്ത് അല്ല, 2 ഇനി മണി ബില്ല് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? മണി ബില്ലിൽ ലോകസഭയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഹു ആക്ട് ആസ് ദ ചെയർമാൻ ഓഫ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ? ലോക്സഭയും രാജ്യസഭയും ജോയിന്റ് സിറ്റ് ചെയ്യുന്ന സമയത്ത് ആരാണ് അതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്? ആരാണ്? ലോകസഭയാണ് അധ്യക്ഷനായിട്ടിരിക്കുന്നത്. ഇനി
ക്വാറം റിക്വയർഡ് ഇൻ രാജ്യസഭ സഭ സമ്മേളിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാറം മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയായിരിക്കണം? 25, അതായത് 10% അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വാറം സമ്മേളിക്കാനായിട്ട് പറ്റുള്ളൂ. ദ ഫസ്റ്റ് സെഷൻ ഓഫ് ലോക്സഭ, ഏറ്റവും ആദ്യത്തെ ലോകസഭ സമ്മേളിച്ച ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയ് 13, 1952. അപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട ലോകസഭ സമ്മേളിച്ച ദിവസം മെയ് 13, 1952. കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇനി സ്പീക്കർ ഓഫ് ദ ലോക്സഭ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ബൈ, അപ്പൊ എങ്ങനെയാണ് സ്പീക്കറെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്? രാഷ്ട്രപതിയാണോ റിമൂവ് ചെയ്യുന്നത്? അല്ല. പ്രൈം മിനിസ്റ്റർ ആണോ? അല്ല. റെസൊല്യൂഷൻ പാസ് ബൈ ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ് ആണോ? രണ്ട് ഇരുസഭകളും വേണോ? വേണ്ട. ആര് മാത്രം മതി? ലോകസഭയുടെ ഒരു റെസൊല്യൂഷൻ മാത്രം മതി. അപ്പൊ ഈ ഇത്രയും ചോദ്യങ്ങളാണ് രാവിലെ ഈ പറയുന്ന യൂണിയൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ യൂണിയൻ ലെജിസ്ലേച്ചർ അഥവാ പാർലമെന്റ് എന്ന് പറയുന്ന ഭാഗത്തെ പെട്ടെന്ന് ഏതാനും ആർട്ടിക്കിളുകളിലൂടെ, ഏതാനും ടേബിളുകളിലൂടെ പെട്ടെന്ന് പൊടി തട്ടി റിവൈസ് ചെയ്തെടുക്കാം. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അല്ലേ? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിനകത്ത് 2-3 സെഷൻസിനകത്താണ് കവർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർട്ടിക്കിൾസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ടേബിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനിവിടെ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, കമ്പാരിസണുള്ള പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇരു സഭകളും കൊടുത്തിട്ടുണ്ട്, രാജ്യസഭയും ലോക്സഭയും കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അങ്ങേയറ്റം കൺസോളിഡേറ്റഡ് ആയിട്ട് പ്രോപ്പറായിട്ട് റിവിഷന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ്. അതുപോലെയാണ് ഞാൻ ഈ ടേബിൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അറിയാം, ലോകസഭയുടെ കോമ്പോസിഷൻ, അതുപോലെ തന്നെ ലോകസഭയുടെ എലക്ഷൻ, ലോകസഭയിലേക്ക് എങ്ങനെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, ഇത് രണ്ടും പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 80 അല്ലേ? അത് രണ്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ രാജ്യസഭയുടെ രാജ്യസഭയുടെ ആണെന്നുണ്ടെങ്കിൽ 80, ലോകസഭയുടെ ആണെന്നുണ്ടെങ്കിൽ 81. രാജ്യസഭയുടെ 80, ലോകസഭയുടെ ആണെങ്കിൽ 81. എന്താണ്? കോമ്പോസിഷനും എലക്ഷനും അല്ലേ? ഇനി ടേമിനെ പറ്റി പറയുന്നത്. അപ്പൊ ലോകസഭയ്ക്കും രാജ്യസഭയുടെയും ടേംസ് ആർട്ടിക്കിൾ 83-നകത്താണ് പറയുന്നത്. 83-ൽ ആദ്യത്തെ പാരഗ്രാഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടും രണ്ടാമത്തെ പാരഗ്രാഫ് ലോക്സഭയെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടും ആർട്ടിക്കിൾ 84-നകത്താണ് പറയുന്നത്. ആദ്യത്തെ പാരഗ്രാഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടും രണ്ടാമത്തെ പാരഗ്രാഫ് ലോക്സഭയെ പറ്റിയിട്ടുമാണ് പറയുന്നത്. ഓത്ത് ആർട്ടിക്കിൾ 99 ആണ്. ഡിസ്ക്വാളിഫിക്കേഷൻ 102, 102-ാമത്തെ ആർട്ടിക്കിളാണ്. മെമ്പർഷിപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. അത് ഇരുസഭകളുടെയും ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഡിസ്ക്വാളിഫിക്കേഷൻ ആർട്ടിക്കിൾ 102 ആണ്. 99 സത്യപ്രതിജ്ഞ. 80 രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പും രാജ്യസഭയുടെ ഘടനയും. 81 ലോകസഭയുടെ തെരഞ്ഞെടുപ്പും ലോകസഭയുടെ ഘടനയും. 83, 84 ഇരുസഭകളിലെയും MP-മാരുടെ ടേമും ക്വാളിഫിക്കേഷനെ പറ്റിയും പറയുന്നത്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അധികാരങ്ങൾ, പ്രധാനപ്പെട്ട അധികാരങ്ങളും അതിന്റെ താരതമ്യം മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പവേഴ്സ് ആർട്ടിക്കിൾ 249 എന്താണ് പറയുന്നത്? രാജ്യസഭയ്ക്ക് സംസ്ഥാന ലിസ്റ്റിന്, സ്റ്റേറ്റ് ലിസ്റ്റിനകത്തുള്ള നിയമങ്ങളിൽ പ്രത്യേക അധികാരം ആർക്കുണ്ട്? രാജ്യസഭയ്ക്കുണ്ട്. ആർട്ടിക്കിൾ 312 പറയുന്നത് ഓൾ ഇന്ത്യ സർവീസുകൾ, IAS, IPS, IFS പോലുള്ള ഓൾ ഇന്ത്യ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലെ രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 67 ഉപരാഷ്ട്രപതിയെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? രാജ്യസഭയിൽ നിന്നാണ്. കാരണം അദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ ആയതുകൊണ്ട് തന്നെ. അത് ഈ 3 ആർട്ടിക്കിൾസ് ആണ് ലോകസഭയുടെ മുകളിൽ രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരങ്ങളുള്ളത്. ഈ ലോകസഭയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതായതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാ അധികാരങ്ങളും ലോകസഭയുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. നമുക്കറിയാം ആർട്ടിക്കിൾ 75 സബ്സെക്ഷൻ 3 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മന്ത്രിസഭയ്ക്ക് ലോകസഭയോടാണ് എന്തുള്ളത്? കൂട്ടുത്തരവാദിത്തമുള്ളത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 75 സബ്സെക്ഷൻ 3. ആർട്ടിക്കിൾ 108 എന്തിനെ പറ്റി പറയുന്നു? ലോകസഭാ സ്പീക്കർ ജോയിന്റ് സിറ്റിംഗ്. അപ്പൊ ഇരുസഭകളും ഈ പറഞ്ഞ പോലെ ഒരു ബില്ല് പാസ്സാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ഡെഡ് ലോക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇരുസഭകളെയും ഒന്നിച്ച് വിളിച്ചിരുത്തി അതിന് ഒരു എന്ത് ചെയ്യുന്നു? ഒരു സമ്മേളനം നടത്തും. ആ സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആരായിരിക്കും? ലോകസഭാ സ്പീക്കറാണ്. ആരല്ല? എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭയല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി 110, ആർട്ടിക്കിൾ 110 എന്തിനെ പറ്റിയിട്ടുള്ളതെന്ന് ചോദിക്കാം. ആർട്ടിക്കിൾ 110 മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മണി ബില്ലിൽ പ്രത്യേക അധികാരം ആർക്കാണ്? ലോകസഭയ്ക്കാണ് അല്ലെ? മണി ബില്ലിൽ പ്രത്യേക അധികാരം ആർക്കാണ്? ലോകസഭയ്ക്കാണ്. 112 ബഡ്ജറ്റ് ഡിസ്കഷൻ. ബഡ്ജറ്റ് ഡിസ്കഷനകത്ത് രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് വല്ല റോളും ഉണ്ടോ? ഇല്ല. സജഷൻസ് പറയാം എന്നുള്ളത് മാത്രമല്ലാതെ രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആര് തന്നെയാണ്? ലോകസഭ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ലോകസഭയുടെ പ്രത്യേക അധികാരങ്ങളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് രാജ്യസഭയും ലോകസഭയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അത് PSCക്കും ചോദിക്കും, ഈ പറഞ്ഞ പോലെ SSCക്കും RRBക്കും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഓക്കെ, റിവൈസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഈ മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യുക. കോമ്പോസിഷൻ. ഇനി നമുക്ക് ഓരോന്ന് വെച്ചിട്ട് എടുത്ത് നോക്കാം.
കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ആർട്ടിക്കിൾ 80-നകത്താണ് രാജ്യസഭയുടെ കോമ്പോസിഷനെ പറ്റി പറയുന്നത്, 81-നകത്താണ് ലോക്സഭയുടെ കോമ്പോസിഷനെ പറ്റി പറയുന്നത്. രാജ്യസഭയ്ക്കകത്ത് മാക്സിമം സ്ട്രെങ്ത് 250 ലോകസഭയ്ക്കകത്ത് മാക്സിമം സ്ട്രെങ്ത് 550 250 അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ 238 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും UT-യിൽ നിന്നും 12 പേര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടുമാണ് എവിടെ ചെല്ലേണ്ടത്, രാജ്യസഭയിലേക്ക് ചെല്ലേണ്ടത്. 550 പേര് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 530 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും 20 പേര് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുമാണ് ചെല്ലേണ്ടത്. എന്നാൽ ഇപ്പോഴത്തെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി നമുക്ക് എത്തിപ്പെടാവുന്ന മാക്സിമം സ്ട്രെങ്ത് ആണ്. താഴെ രണ്ടാമത്തെ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് നിലവിലെ സ്ട്രെങ്ത് ആണ്, കറന്റ് സ്ട്രെങ്ത് ആണ്. 245 പേരാണ് രാജ്യസഭയിലുള്ളത്. അതിൽ 233 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും UT-യിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. മാക്സിമം 12 പേരെയാണ് രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ 12 പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് 543-ൽ 530 പേര് സംസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്നതിന് 524 പേരാണ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിലവിൽ പോയിട്ടുള്ളൂ. 19 പേരാണ് യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും പോയിട്ടുള്ളത്. ഓക്കെ, ക്വാറം നമുക്കറിയാം. മാക്സിമം സ്ട്രെങ്ത്തിന്റെ 10% ക്വാറം എന്ന് പറയുന്നത്. അത് എത്രയാണ്? 25 രാജ്യസഭയുടെ കാര്യത്തിൽ, ലോകസഭയുടെ കാര്യത്തിൽ 55. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോമ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായി. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റിക് GK പോർഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ഏരിയാസ് ആണ് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം. ഓക്കെ, ജമ്മു കാശ്മീരിൽ 4 രാജ്യസഭാ സീറ്റ് ഉണ്ട്, ഡൽഹിയിൽ 3, പുതുച്ചേരിയിൽ 1. എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എക്സെപ്റ്റ് ആസാമിന് എന്താണ് 1 രാജ്യസഭാ സീറ്റ് വീതമാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ ഇവിടെ നിന്ന് സൈഡ് നോട്ടായിട്ട് എഴുതി വെക്കുക. ഈ പറയുന്ന സ്ഥലങ്ങളുടെ രാജ്യസഭാ സീറ്റിന് RRBക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമുണ്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ രാജ്യസഭാ സീറ്റ് വെറുതെ അങ്ങ് ചോദിച്ചു കളയും. വെറുതെ ഒന്നല്ല, അത് കറണ്ടിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും. അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ മണിപ്പൂരിൽ ഇഷ്യൂ വരുന്ന സമയത്ത് മണിപ്പൂരിലെ രാജ്യസഭാ സീറ്റിന്റെ എണ്ണം ചോദിക്കാം. അപ്പോൾ അതിന് ഒരു സിമ്പിൾ മെത്തേഡായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്, സീറ്റ്സ് അല്ല, സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റ്സ് എക്സെപ്റ്റ് ആസാം ഹാസ് 1 രാജ്യസഭാ സീറ്റ് ഈച്ച്. ഓക്കെ, അത് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇനി ടേം ആൻഡ് ടെന്യൂർ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. ടേം ആൻഡ് ടെന്യൂറിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 83 വരുന്നത്. രാജ്യസഭയെ പറ്റി പറയുമ്പോൾ രാജ്യസഭ ഷാൽ നോട്ട് ബി സബ്ജക്ട് ടു ഡെസൊല്യൂഷൻ ബട്ട് ആസ് നിയർലി ആസ് പോസിബിൾ 1/3 രാജ്യസഭയിലെ 3/1 അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? റിട്ടയർ ചെയ്യുന്നു. എല്ലാ 2 കൊല്ലം കൂടുമ്പോഴും 3/1 അംഗങ്ങൾ റിട്ടയർ ചെയ്യുന്നു. ഇനി RPA ആക്ട്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ടേംസും പല കാര്യങ്ങളും ഈ നിയമത്തിന്റെ പിൻബലത്തിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? പ്രാവർത്തികമാക്കുന്നത്. അതായത് ഭരണഘടനയ്ക്കകത്ത് കുറെ പ്രൊവിഷൻസ് എഴുതി വെക്കും, എന്നിട്ട് പറയും ഫർദർ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം, ഒരു നിയമം പാസ്സാക്കാന്ന് പറയും. അപ്പൊ അതേപോലെ തന്നെ ടേം ടെന്യൂറായിട്ട് ബന്ധപ്പെട്ട് നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. പാർലമെന്റ് ആ രീതിയിൽ പാസ്സാക്കിയ നിയമമാണ് RPA ആക്ട്. അപ്പൊ RPA ആക്ടിനകത്ത് പറയുകയാണ് that the term of office of a member of the രാജ്യസഭ shall be 6 years. 6 വർഷമാണ് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. രാജ്യസഭയ്ക്ക് ആസ് സച്ച് എന്തെങ്കിലും കാലാവധി ഉണ്ടോ? ഇല്ല. രാജ്യസഭ എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഷാൽ നോട്ട് ബി സബ്ജക്ട് ടു ഡെസൊല്യൂഷൻ. ഈ 6 വർഷം കാലാവധി എന്ന് പറയുന്നത് ഒരു അംഗത്തിനാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? 6 വർഷം കഴിയുമ്പോൾ 2 വർഷം കൂടുമ്പോൾ 3/1 അംഗങ്ങൾ റിട്ടയർ ചെയ്യുന്നത് പോലെ തന്നെ ആ 6 കൊല്ലമായിരിക്കും ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവുക, അവരുടെ കാലാവധി എന്ന് പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇപ്പൊ ഇത് രാജ്യസഭ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഒരേ ടീമിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കാലാവധി നീട്ടി കൊടുത്തിരുന്നത്. അതൊക്കെ നമുക്ക് നമ്മൾ സ്ട്രാറ്റജിക്ക് ക്ലാസ്സിനകത്ത് പറയുന്നതാണ്. ഇനി ലോകസഭയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? 5 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും ആദ്യത്തെ മീറ്റിംഗിന് ശേഷം 5 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആവും. അടിയന്തരാവസ്ഥ കാലത്ത് ദ ടേം ഓഫ് ലോക്സഭ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഫോർ 1 year അറ്റ് എ ടൈം ഫോർ എനി ലെങ്ത് ഓഫ് ടൈം. അപ്പോൾ ദേശീയ എമർജൻസി വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? ലോക്സഭയുടെ കാലാവധി കൂട്ടാം. എത്ര വർഷം? 1 വർഷം അറ്റ് എ ടൈം വെച്ചിട്ട് എന്ത് ചെയ്യാം? കൂട്ടിക്കൊണ്ടുപോകാം. അത് എത്ര കാലം വരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാം. ഇനി ബോത്ത് രാജ്യസഭ ആൻഡ് ലോക്സഭ മെമ്പേഴ്സ് ക്യാൻ ബി റീഎലക്ടഡ് എനി നമ്പർ ഓഫ് ടൈംസ്. രാജ്യസഭയിലെ അംഗങ്ങളെയും ലോക്സഭയിലെ അംഗങ്ങളെയും എത്ര വട്ടം വേണമെങ്കിലും എന്ത് ചെയ്യാം? വീണ്ടും തെരഞ്ഞെടുക്കാം. അപ്പോൾ ടേമും ടെന്യൂറും മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 84 രാജ്യസഭ MP ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം എന്തായിരിക്കണം? അദ്ദേഹം ഒരു സിറ്റിസൺ ആയിരിക്കണം. ഇനി he or she must make and subscribe an oath or affirmation before the person authorized by Election Commission of India. ആൻഡ് 30 വയസ്സാണ് അതിന്റെ കാലാവധി എന്ന് പറയുന്നത്. 30 വയസ്സ് പ്രായമുള്ള ആളുകൾക്കാണ് രാജ്യസഭ MP ആവാനായിട്ട് പറ്റുന്നത്. ലോക്സഭ MP ആണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ഇത് ലോക്സഭയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാലാവധി വരുന്നത്? സിറ്റിസൺ ആണ്. ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ആളുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. 20 വയസ്സാണ് അതിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി RPA ആക്ട് 1951 പറയുന്നു
A candidate contesting an election must be registered as an elector for a parliamentary constituency. ഇലക്ഷന് പങ്കെടുക്കുന്ന വ്യക്തി ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ എന്തായിരിക്കണം വോട്ടർ പട്ടികയിൽ പേരുള്ള ആളായിരിക്കണം എന്നാണ് എന്ത് പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പറയുന്നത്. ഇതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള താരതമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏജ് നോക്കി വെക്കുക. രാജ്യസഭയിൽ 30 വയസ്സാണെങ്കിൽ ലോക്സഭയിൽ 25 ആണ് പ്രായപരിധി എന്ന് പറയുന്നത്. ഇനി ഇലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? രാജ്യസഭയിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. 80ാമത്തെ ആർട്ടിക്കിളാണ് അതിനെപ്പറ്റി പറയുന്നത്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. ആ ടേംസ് ഒക്കെ കൃത്യമായിട്ട് നോക്കി പോവുക കേട്ടോ. ഇനി elected by the elected members of the legislative assembly of the state and by the members of the electoral college for that union territory respectively. അപ്പോൾ സംസ്ഥാന നിയമസഭകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൂടെ ചേർന്നിട്ടാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ലോക്സഭയുടെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് അല്ലെ. നമുക്ക് വ്യക്തമായിട്ടുള്ള അതിർത്തികളുള്ള ഒരു ലോകസഭാ മണ്ഡലം അല്ലെങ്കിൽ അങ്ങനെ ഒരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. റീ അഡ്ജസ്റ്റ്മെന്റ് ആഫ്റ്റർ ഈച്ച് സെൻസസ്. ഓരോ സെൻസസ് കഴിയുമ്പോഴും ഈ മണ്ഡലങ്ങൾ എന്ത് ചെയ്യാം? മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിലവിൽ കേരളത്തിലെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം 20 ആണ്. ഇനി പോപ്പുലേഷൻ മാറുമ്പോൾ എന്ത് ചെയ്യാം? അതിനെ മാറ്റാനുള്ള നിയമം സംവിധാനമുണ്ട്. നമ്മൾ കുറെ കാലമായിട്ട് 20-ൽ നിൽക്കുകയാണ്. പക്ഷെ ആക്ച്വലി എന്ത് ചെയ്യാം? അതിനെ മാറ്റാനുള്ള അവകാശം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമമുണ്ട്. ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. അതായത് ഭൂരിപക്ഷം കിട്ടുന്ന ആളെ എന്ത് ചെയ്യുന്നു? വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത്. ഇനി ദ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു സ്റ്റേറ്റ്സ് ഇൻ ദ ലോക്സഭ ഈസ് ഫ്രോസൺ ടിൽ 2026 അറ്റ് ദ 1971 സെൻസസ് ലെവൽ. ഇപ്പോൾ കേരളത്തിന് 20 ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് 2026 വരെ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് 971 സെൻസസ് വെച്ചിട്ടാണ് അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ദ ഡീലിമിറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ടു ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇസ് ഫ്രോസൺ ടിൽ 2026 അറ്റ് ദ 2001 സെൻസസ് ലെവൽ. അപ്പോൾ സംസ്ഥാനത്തിനകത്തുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളുടെ അതിന്റെ ഡിമാർക്കേഷൻ തരംതിരിച്ചിരിക്കുന്നത് 2001 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കേരളം മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെല്ലാം തരംതിരിച്ചിരിക്കുന്നത് 2001 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. നേരെ മറിച്ച് ലോകസഭാ മണ്ഡലങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് 971 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇത് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതുവരെ അങ്ങനത്തെ ചോദ്യങ്ങൾ അത്രയും ഡെപ്തിലേക്ക് ചോദിച്ചിട്ടില്ല. കോമ്പറ്റീഷൻ കൂടുമ്പോൾ ചോദ്യങ്ങൾ ആ രീതിയിൽ വരാം. ഓക്കെ. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റിയിട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 102 ആണ്. 102ാമത്തെ ആർട്ടിക്കിളിനകത്താണ് മെമ്പർഷിപ്പ് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. 2 സഭകളുടെയും അംഗങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 102-നകത്ത് തന്നെയാണ്. ദ ഇന്ത്യൻ പാർലമെന്റ് ഹാസ് ഓൾസോ പ്രിസ്ക്രൈബ്ഡ് സം ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ അണ്ടർ RPA ആക്ട് 1951. 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം എന്ത് ചെയ്യാം? ആളുകളെ പുറത്താക്കാനുള്ള വകുപ്പുണ്ട്. ഇതല്ലാതെ എ മെമ്പർ ഇൻകേഴ്സ് ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ദ ആന്റി ഡിഫെക്ഷൻ ലോ ഗിവൺ ഇൻ 10th ഷെഡ്യൂൾ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു മെമ്പറെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. അതല്ലാതെ RPA ആക്ട് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1952 ചട്ടങ്ങൾ പ്രകാരം ഒരു മെമ്പറെ ഹൗസിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരമുണ്ട്. ആർട്ടിക്കിൾ 102 പ്രകാരം എന്ത് ചെയ്യാം? മെമ്പറെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. ഇത് ഇരു സഭകൾക്കും ഒരുപോലെയാണ്. ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഒരുപോലെയാണ്. ഇതിനെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 102 ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഡിസിഷൻസ് ഓൺ ക്വസ്റ്റ്യൻസ് ആസ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ആസ് പെർ ആർട്ടിക്കിൾ 102. ആർട്ടിക്കിൾ 102 പ്രകാരം ഒരു ലോകസഭാ മെമ്പറെയോ രാജ്യസഭാ മെമ്പറെയോ സഭയിൽ നിന്നും പുറത്താക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അങ്ങനെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 103 ആണ്. അപ്പൊ ലോകസഭ രാജ്യസഭ അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനയ്ക്കകത്ത് കൊടുത്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 102 ആണ്. ഇങ്ങനെ 102 പ്രകാരം ഒരു ലോകസഭാ മെമ്പറെയോ രാജ്യസഭാ മെമ്പറെയോ പാർലമെന്റിൽ നിന്നും പുറത്താക്കുമ്പോൾ അതിൽ അന്തിമ തീരുമാനം ആരുടെയാണ്? രാഷ്ട്രപതിയാണ്. അങ്ങനെ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 103 ആണ്. ഇനി ഡിസിഷൻ ഓൺ ക്വസ്റ്റ്യൻസ് ആസ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ആസ് പെർ ആന്റി ഡിഫെക്ഷൻ ലോ 10ാമത്തെ ഷെഡ്യൂൾ പ്രകാരം 10ാമത്തെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു മെമ്പറെ ലോക്സഭാ മെമ്പറെയോ രാജ്യസഭാ മെമ്പറെയോ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്താക്കാൻ തീരുമാനിച്ചാൽ അതിൽ അന്തിമ തീരുമാനം ആരുടെയാണ്? അതിൽ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് അദ്ദേഹം ഏത് സഭയിലെ അംഗമാണോ ആ സഭയുടെ അധ്യക്ഷന്റെയാണ്. ഇപ്പോൾ ഒരു ലോകസഭാ മെമ്പറെയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എന്ത് ചെയ്യുന്നത്? പുറത്താക്കാൻ തീരുമാനിക്കുന്നതാണെങ്കിൽ സ്പീക്കർ ആയിരിക്കും അതിലെ ഫൈനൽ സേ പറയുന്നത്. രാജ്യസഭാ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? അതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കും എന്ത് പറയുന്നുണ്ടാവുക? ഫൈനൽ സേ പറയുന്നുണ്ടാവും. അപ്പൊ 2 രീതിയിൽ പുറത്താക്കാൻ പറ്റും. അതിൽ ഒന്നിൽ അന്തിമ തീരുമാനം പറയുന്നത് രാഷ്ട്രപതിയാണെങ്കിൽ ഒന്നിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണെന്നുണ്ടെങ്കിൽ അതിലെ അധ്യക്ഷനാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനം പറയുന്നത്. ഇനി
അധികാരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. സ്പെഷ്യൽ പവേഴ്സ് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. മണി ബില്ലിൻ്റെ കേസ്, മണി ബില്ല് അവിടെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ലോക്സഭയിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്പീക്കറാണ് എന്ത് ചെയ്യുന്നത്, ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്. ഇനി ബഡ്ജറ്റിലെ വോട്ട് ഓൺ ഗ്രാൻസ് അതെല്ലാം ലോക്സഭയുടെ അധികാരമാണ്. നോൺ കോൺഫിഡൻസ് മോഷൻ അല്ലേ, നോ കോൺഫിഡൻസ് മോഷൻ ആർക്കാണ് കൊണ്ടുവരാൻ പറ്റുന്നത്, ലോക്സഭയിലാണ് കൊണ്ടുവരാൻ പറ്റുന്നത്. റെസൊല്യൂഷൻ ഫോർ ഡിസ്കണ്ടിന്യൂയിങ് ദ നാഷണൽ എമർജൻസി ക്യാൻ ബി പാസ്ഡ് ഓൺലി ബൈ ദ ലോക്സഭ. അപ്പോൾ അടിയന്തരാവസ്ഥ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കാനായിട്ട് പറ്റുന്ന ആർക്കാണ്, ലോക്സഭയ്ക്കാണ്. രാജ്യസഭയുടെ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്ന കേസ്, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കുന്ന കേസ്, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസുകളിൽ ഉള്ള അധികാരം. ഇത്രയും അധികാരങ്ങളാണ് ആർക്കുള്ളത്, രാജ്യസഭയ്ക്കുള്ളത്. അപ്പോൾ രാജ്യസഭ, ലോക്സഭ തുടങ്ങിയ ഇരു സഭകൾ അടങ്ങുന്ന പാർലമെന്റിനെ പറ്റിയിട്ട് നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിവൈസ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ടേബിൾ, ഇങ്ങനെ പല പല ക്രൈറ്റീരിയസ് വെച്ചിട്ട് ടേബിൾ സെറ്റ് ചെയ്തതാണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. വ്യത്യസ്തമായിട്ടുള്ള മണി ബില്ലുകൾ, ബില്ലുകൾ വ്യത്യസ്തമുണ്ട് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ല്, മണി ബില്ല്, അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല്, അതുപോലെ തന്നെ സിമ്പിൾ സാധാരണ വരുന്ന ഒരു നിയമം, മണി ബില്ല്, ഫിനാൻഷ്യൽ ബില്ല്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത നിങ്ങൾ നോക്കിപ്പോണം. അതുപോലെ തന്നെ പാർലമെന്ററി കമ്മിറ്റീസ് നോക്കിപ്പോണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റീസ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എത്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, എത്ര അഡ്ഹോക് കമ്മിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിനോട് അർത്ഥമാക്കുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കണം. പിന്നെ എങ്ങനെയാണ് ഒരു ബില്ല് എന്തായിട്ട് മാറുന്നത്, ആക്റ്റായിട്ട് മാറുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ സഭ എത്ര സമ്മേളനങ്ങളിലാണ് ഉണ്ടായിരിക്കുക, പൊതുവെ പാർലമെന്ററി സെഷൻസ് എത്ര ഉണ്ടായിരിക്കും, അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളെ, അതിൻ്റെ പ്രോസസ്സിനെ നമ്മൾ പറയില്ല, സഭ സമ്മൺ ചെയ്തു, പ്രൊറോഗ് ചെയ്തു, അഡ്ജേൺ ചെയ്തു, അഡ്ജേൺമെന്റ് സിനഡ് തുടങ്ങിയ ടേംസ് ഒക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക, ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. അതൊന്നും ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻസ് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ടേബിളാക്കി റിവൈസ് ചെയ്യാൻ പാകത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് റിവിഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. മറ്റേ ഭാഗങ്ങളൊന്നും പഠിക്കാതെ വിട്ടു പോകരുത്, ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗമായിട്ടുള്ള യൂണിയൻ എക്സിക്യൂട്ടീവ് നമ്മൾ കണ്ടു, യൂണിയൻ ലെജിസ്ലേച്ചർ നമ്മൾ കണ്ടു. ആർട്ടിക്കിൾ 52 മുതൽ 123 വരെയുള്ള ഭാഗങ്ങളെ നമ്മൾ പെട്ടെന്ന് ഒന്ന് കണ്ണോടിച്ച് നോക്കി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി ഗവൺമെന്റ് എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ മൂന്നാമത്തെ അവയവം കൂടിയേ തീരും. അതെന്താണ്, യൂണിയൻ ജുഡീഷ്യറി അഥവാ നീതി ന്യായ വ്യവസ്ഥ. ഇത് ആർട്ടിക്കിൾസ് വരുന്ന ഏതാണ്, ആർട്ടിക്കിൾസ് 124 മുതൽ 147 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. യൂണിയൻ ജുഡീഷ്യറി അഥവാ സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു ഭാഗം, ആ ഒരു ഘടകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് യൂണിയൻ ജുഡീഷ്യറിയാണ്, ആർട്ടിക്കിൾസ് 124 മുതൽ 147 വരെയുള്ള ഭാഗം. അപ്പോൾ ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഹു ഈസ് ദ ഗ്യാരണ്ടിയർ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ സിറ്റിസൺസ്? ഇന്ത്യൻ പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ, അതിന്റെ സംരക്ഷണം അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സുപ്രീം കോർട്ടാണ്. ബാക്കി ഓപ്ഷൻസ് ഒക്കെ പൊട്ട ഓപ്ഷൻസ് ആണ്. എളുപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. Which of the following features provided by the Constitution of India is related to Indian judiciary? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് കൊടുത്തിട്ടുള്ള പ്രത്യേകത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട്സ് ആർ എലക്റ്റഡ് അല്ലല്ലോ. ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സുപ്രീമസി ഓഫ് ജുഡീഷ്യറി അങ്ങനെ ഒരു സംഭവമില്ല. ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഹൈക്കോർട്ട്, അങ്ങനെയുമില്ല അല്ലേ. ഓക്കെ, ഇനി ബിലോ ഈസ് എ സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് റീസൺ അല്ലെ, അതൊരു അസേഷനും ഉണ്ട്, ഒരു റീസണും ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് എന്താണ് കൊടുത്തിരിക്കുന്നത്? ദ ജുഡീഷ്യറി ഇൻ ഇന്ത്യ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ജുഡീഷ്യറി സപ്പോർട്ട്സ് ദ ഗവൺമെന്റ് ആൻഡ് ഹെൽപ്സ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇറ്റ്സ് പ്ലാൻ. അപ്പോൾ എയും ആറും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. എ കറക്റ്റ് ആണ്. ഇന്ത്യയിലുള്ള ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് എക്സിക്യൂട്ടീവ് ആണ് എന്ന് പറയുന്ന DPSP ഏത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശ തത്വത്തിനകത്ത് ഒരു നിർദ്ദേശ തത്വം, ആ അനുച്ഛേദമാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഏതെന്നുള്ളത് കമന്റ് ചെയ്താൽ കൊള്ളാം. ഇനി റീസൺ പറയുന്നത് എന്താണ്? ദ ജുഡീഷ്യറി സപ്പോർട്ട്സ് ദ ഗവൺമെന്റ് ആൻഡ് ഹെൽപ്സ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇറ്റ്സ് പ്ലാൻ. അങ്ങനെ ഒരു സംഭവമില്ല അല്ലേ. സർക്കാരിന്റെ ഏതെങ്കിലും ഒരു നയം നടപ്പിലാക്കുന്നതിന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇടപെടുമോ? ഇല്ല. അപ്പം റീസൺ എന്താണ്? തെറ്റാണ്. അസേഷൻ എന്താണ്? സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ റിട്ടയർമെന്റ് ഏജ് ഓഫ് സുപ്രീം കോടതി ജഡ്ജ്? സുപ്രീം കോടതി ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഏജ് 65 വയസ്സാണ്. ഭാഗം 5, ദ ആർട്ടിക്കിൾ ഇൻ ദ പാർട്ട് 5 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡാഷ് ഡിസ്ക്രൈബ്സ് ദ ഇൻഡിപെൻഡൻസ് പവർ ഓഫ് ദി ജൂറിസ്ഡിക്ഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ സുപ്രീം കോടതി. ആർട്ടിക്കിൾ ഏതാണ്? 124 തൊട്ട് 147 വരെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ആ ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ RRB ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഒന്ന് പെട്ടെന്ന് പൊടി തട്ടിയെടുക്കാം.
അതിൽ ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെ ഭാഗം നോക്കി പോവുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഭാഗം 5-നകത്താണ് ഇരിക്കുന്നത്. ചാപ്റ്റർ 6-നകത്താണ് യൂണിയൻ ജുഡീഷ്യറിയെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾസ് 124 മുതൽ 147 വരെയുള്ള ഭാഗത്താണ് സുപ്രീം കോടതിയുടെ ഇൻഡിപെൻഡൻസിനെ പറ്റി, ജുറിസ്ഡിക്ഷനെ പറ്റി, പവേഴ്സിനെ പറ്റി, പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അല്ല, നിങ്ങൾ ആ ഭാഗത്ത് വരുന്ന എല്ലാ ആർട്ടിക്കിൾസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 124 പഠിച്ചിരിക്കേണ്ട ആർട്ടിക്കിൾസ് ആണ്. സുപ്രീം കോടതിയെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോടതിയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 124. പിന്നെ ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്നുള്ളത് പറയുന്ന ഏതാണ്? സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 129. അപ്പോയിൻമെന്റ് ഓഫ് അഡ്ഹോക് ജഡ്ജും അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ 2 ആർട്ടിക്കിൾസും ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ആർട്ടിക്കിൾസും പഠിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ ഞാൻ ഡബിൾ സ്റ്റാർ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. സിംഗിൾ സ്റ്റാർ കൊടുത്തിരിക്കുന്നത് ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 124, 126, 127, 129 ഇതാണ് ഇവിടുന്ന് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. 124 നിർബന്ധമായിട്ടും പഠിക്കണം, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. 129 നിർബന്ധമായിട്ടും പഠിക്കണം, സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 129 ആണ്. 126 അഡ്ഹോക് ജഡ്ജിനെയും 126 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെയും 127 അഡ്ഹോക് ജഡ്ജിനെയും അപ്പോയിന്റ് ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ജൂറിസ്ഡിക്ഷൻ ആണ്. സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡബിൾ സ്റ്റാർ ഇട്ട് പഠിക്കേണ്ട ഒന്നാണ് ആർട്ടിക്കിൾ 131. സുപ്രീം കോടതിക്ക് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നുള്ളത്. സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അതായത് ചില കാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് മാത്രമേ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേൾക്കാൻ പറ്റുള്ളൂ, കേൾവിക്കാരനാകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് മാത്രമേ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, സംസ്ഥാനങ്ങൾ തമ്മിലൊരു തർക്കം മാതിരിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ പ്രശ്നം വരുമ്പോൾ കേരള ഹൈക്കോടതിക്ക് അതിനകത്ത് ഒരു ജഡ്ജ്മെന്റ് ഇറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പുറത്ത് ചെന്നൈ ഹൈക്കോടതിക്ക് ഒരു ജഡ്ജ്മെന്റ് ഇറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഫെഡറൽ ഡിസ്പ്യൂട്ട്സ് വരുന്ന സമയത്ത് സുപ്രീം കോടതിക്കാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് നോക്കി പോവുക. 132 സുപ്രീം കോടതിയുടെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനെ പറ്റി പറയുന്നു. കോർട്ട് ഓഫ് അപ്പീലാണ് അല്ലെ. ഹൈക്കോടതിയിൽ ഒരു കേസ് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. അപ്പോൾ കോർട്ട് ഓഫ് അപ്പീൽ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 132. അതും പഠിച്ചു വെക്കുക. 133 സിവിൽ മാറ്റേഴ്സിലാണ് പറയുന്നത്. 132 ചില കേസുകളിലുള്ള അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനെ പറ്റി പറയുന്നു. 134 ക്രിമിനൽ മാറ്റേഴ്സിനുള്ളതിനെ പറ്റി പറയുന്നു. ഇനി 135 എന്താണ്? ജൂറിസ്ഡിക്ഷൻ ആൻഡ് പവേഴ്സ് ഓഫ് ദ ഫെഡറൽ കോർട്ട് അണ്ടർ എക്സിസ്റ്റിംഗ് ലോ ടു ബി എക്സസൈസബിൾ ബൈ ദ സുപ്രീം കോർട്ട്. അപ്പോൾ ഫെഡറൽ കോർട്ട് എന്നുള്ള രീതിയിലുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 135. 131, 132 നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. 136 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയുന്നത് ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, പഠിച്ചു വെക്കുക. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയുടെ 2 സ്റ്റാർ ഇട്ട് തരാം. സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കും. ആർട്ടിക്കിൾ 136. ഇനി 138 enlargement of the jurisdiction of the Supreme Court ആണ്. 139 conferment on the Supreme Court of powers to issue certain rights. അപ്പോൾ അത് 139 ആണ്. ഇനി 140 ancillary powers of Supreme Court ആണ്. 141 law declared by Supreme Court to be binding on all courts. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 141 സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റ് അതിന്റെ എല്ലാ കീഴ്ക്കോടതികളിലും എന്താണ്? ബൈൻഡിങ് ആണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 141. ഇനി 143 നമ്മൾ നേരത്തെ പറഞ്ഞു, സുപ്രീം കോടതിയും രാഷ്ട്രപതിയും തമ്മിലുള്ള അല്ലെ പ്രണയം. 143 പവർ ഓഫ് പ്രസിഡന്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട് എന്തെങ്കിലുമൊക്കെ ലീഗൽ മാറ്റേഴ്സിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിൽ, പബ്ലിക് ഇമ്പോർട്ടൻസിന്റെ കാര്യത്തിലൊക്കെ സുപ്രീം കോടതിയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാം? അഡ്വൈസ്, ഉപദേശം തേടാം. 144 സിവിൽ ആൻഡ് ജുഡീഷ്യൽ അതോറിറ്റീസ് ടു ആക്ട് ഇൻ എയ്ഡ് ഓഫ് സുപ്രീം കോടതി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിനകത്ത് ഞാൻ ഡബിൾ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ആർട്ടിക്കിൾസിലെങ്കിലും സുപ്രീം കോടതിയെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? സുപ്രീം കോടതി ജഡ്ജിന്റെ അപ്പോയിന്റ്മെന്റും അതിന്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. സുപ്രീം കോടതി ജഡ്ജായിട്ട് ഒരാൾ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കണം? സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. അതുപോലെ തന്നെ ഹി ഷുഡ് ഹാവ് ബീൻ എ ജഡ്ജ് ഓഫ് ഹൈക്കോടതി. ഹൈക്കോടതി ജഡ്ജായിട്ട് 5 വർഷം എങ്കിലും സേവനം അനുഷ്ഠിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കണം? ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷമെങ്കിലും സേവനം അനുഷ്ഠിച്ചിരിക്കണം. പിന്നെ എന്തായിരിക്കണം? ഹി ഷുഡ് ബി എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ഇൻ ഒപ്പീനിയൻ ഓഫ് ദ പ്രസിഡന്റ്. പിന്നെന്താണ്?
the constitution has not described a minimum age for appointment. അപ്പം മിനിമം ഏജ് അല്ല, റിട്ടയർമെന്റ് ഏജ് മാത്രമാണ് ഭരണഘടന കൊടുത്തിട്ടുള്ളത്. റിട്ടയർമെന്റ് ഏജ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 65 വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. റിമൂവലും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ് ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതി ജഡ്ജിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്, റിമൂവ് ചെയ്യുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. റിമൂവ് ചെയ്യുന്നതിന്റെ കാരണങ്ങളെല്ലാം ഭരണഘടനയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ സുപ്രീം കോടതി ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള എന്താണ് പറയുന്നത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൗരനായിരിക്കണം, ഹൈക്കോടതി ജഡ്ജായിട്ട് 5 വർഷമോ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷമോ സേവനം അനുഷ്ഠിച്ചിരിക്കണം, ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ജൂറിസ്റ്റ് ആയിരിക്കണം, മിനിമം പ്രായം ഇല്ല, റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 65 ആണ്, അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്, റിമൂവ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിനെ ഹൈക്കോടതി ജഡ്ജിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെയും റിമൂവലിന്റെയൊക്കെ പ്രൊസീജിയർ, അപ്പോയിന്റ്മെന്റ് അല്ല റിമൂവൽ പ്രൊസീജിയർ സിമിലർ ആണെന്നുള്ള കാര്യം കൂടെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നമ്മൾ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഞാൻ ആ ഹെഡുകൾ മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾ നോക്കി പോകേണ്ട കാര്യമാണ്. ഇതിനകത്ത് നിന്ന് ചോദ്യം വരും. സുപ്രീം കോടതിക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉള്ളത്? അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ഞാൻ ഒരു കാര്യം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് ഫെഡറൽ ഡിസ്പ്യൂട്ട്സിന്റെ കേസിൽ അല്ലേ. റിട്ട് ജുറിസ്ഡിക്ഷൻ, അത് നിങ്ങൾ ഓൾറെഡി നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്ലാസ്സിൽ കണ്ടതാണ്. റിട്ട് ജുറിസ്ഡിക്ഷനകത്ത് സുപ്രീം കോടതിക്കുള്ള അധികാരപരിധി, അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിൾ 32. അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ അതിൽ ഒരെണ്ണം ഓൾറെഡി കണ്ടു അല്ലെ, 143. അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ, ഏതൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതിക്ക് അപ്പീൽ മുഖാന്തരം നമുക്ക് ചെല്ലാൻ പറ്റുന്നത്. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണോ അർത്ഥമാക്കുന്നത്? സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 129 ആണ്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് പഠിച്ചു പോവുക. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് സുപ്രീം കോടതി ഇതിന് മുന്നേ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ വേർഡിറ്റുകൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? യൂട്ടേൺ എടുത്തിട്ടുണ്ട്. പിന്നെ പല നിയമങ്ങളിലും സുപ്രീം കോടതി എന്ത് ചെയ്യാം? ആ നിയമത്തിന്റെ ഇപ്പോൾ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് ആ ഭരണഘടനാ ഭേദഗതിയിൽ അതിന്റെ ലീഗാലിറ്റി ചെക്ക് ചെയ്തുകൊണ്ട്, അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള സാധുത ചെക്ക് ചെയ്തുകൊണ്ട് ആ നിയമത്തിന് എന്ത് ചെയ്യാം? സുപ്രീം കോടതിക്ക് നൾ ആൻഡ് വോയിഡ് ആയിട്ട് പ്രഖ്യാപിക്കാം. NJSC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. NJSC എന്താണെന്ന് അറിയാത്തവരൊന്ന് പഠിക്കുക. നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. NJSC എത്രാമത്തെ അമെന്റ്മെന്റ് ആണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം. NJSCക്കകത്ത് എന്താണ് കൊണ്ടുവന്നിരുന്നത്? ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഭേദഗതി വരുത്തിക്കൊണ്ട് നമ്മുടെ പാർലമെന്റ് 2015 ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. അതിനെ സുപ്രീം കോടതി എന്ത് ചെയ്തു? അത് ഭരണഘടനയ്ക്ക് എഗെയിൻസ്റ്റ് ആണ്, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, അടിസ്ഥാന ഘടനാവാദത്തിന് എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ നള്ളിഫൈ ചെയ്യുന്നുണ്ടായി. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പവേഴ്സ് ഒക്കെ സുപ്രീം കോടതിക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാനിവിടെ അതിനെപ്പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഈ ക്ലാസ് അത്യാവശ്യം ലെങ്തി ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഭാഗങ്ങളും കൂടെ ഒന്ന് നോക്കി പോകാനായിട്ട് നോക്കുക. സുപ്രീം കോടതിയായിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഭാഗം കൂടെ നോക്കി പോകാനായിട്ട് നോക്കുക. ഇത്തവണത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൺസെപ്റ്റ് ബേസ്ഡ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്, അതുപോലെ ചില ഡോക്ട്രിൻസ് ഒക്കെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സുപ്രീം കോടതി NTPC ഗ്രാജുവേറ്റ് ലെവലിനൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കൺസെപ്റ്റ് ബേസ്ഡിലുള്ള ക്വസ്റ്റ്യൻസിന് കൂടെ കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുക. നമ്മൾ ക്ലാസ്സിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ യൂണിയൻ ജുഡീഷ്യറി എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ 3 രീതിയിലാണ് ക്ലാസ്സിന് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അല്ലേ. കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം അഡ്രസ് ചെയ്തു, ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് അഡ്രസ് ചെയ്തു. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് നോക്കുക. അതിൽ കൺസെപ്റ്റ് ബേസ്ഡിന് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കുക. കാരണം അവിടെ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് നന്നായിട്ട് അനുഭവമുണ്ട്. NTPC ഗ്രാജുവേറ്റ് ലെവലിന് ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഈ സെഷനകത്ത് പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ ഭാഗം കൃത്യമായിട്ട് പഠിച്ചിട്ട് വരാം. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.